ഹലോ യെസ്, ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ. അതൊക്കെ ഓക്കെ, പക്ഷെ എങ്ങനെ വാങ്ങും? വണ്ടിയൊന്നുമില്ലല്ലോ. ആടാ, നമുക്ക് ആ വണ്ടി ഒന്ന് അടിച്ചു മാറ്റാം. പക്ഷെ ഈ മഴയത്ത് അടിച്ചു മാറ്റണ്ടേ, അതാണ് ഒത്തിരി പാട്. എന്നാലും കുഴപ്പമില്ല, നമുക്കെന്തായാലും അടിച്ചു മാറ്റാം. അതായിരിക്കും നല്ലത്. ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരും, ഈ മഴയത്താണ് വണ്ടി അടിച്ചു മാറ്റണത്. എന്തായാലും ഷിൻചാൻ പറഞ്ഞത് കറക്റ്റൊക്കെ തന്നെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഷിൻചാൻ പറഞ്ഞ പോലെ ആ വണ്ടി ഒന്ന് അടിച്ചു മാറ്റുക. ഗൈസ്, ഇവിടെ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മെല്ലെ പോയിട്ട് ആ വണ്ടി എടുക്കുക. അതായിരിക്കും നല്ലത്. നമുക്കിനി മെല്ലെ പോവുക. പോലീസുകാർ അവിടെ ഉറക്കം പൊളിച്ച് നിൽക്കുകയാണ്. ഓടിക്കോ ഗൈസ്, നമുക്കിനി ആ വണ്ടി അടിച്ചു മാറ്റാം. നിക്കടാ അവിടെ. നീ എങ്ങോട്ടാ പോണേ? ആ വണ്ടി അടിച്ചു മാറ്റാൻ പോണോ? സാറേ, അവനെ പിടിക്കേ. ഗൈസ്, പോലീസുകാർ നമ്മൾ നിൽക്കാൻ പറയുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ ഇവിടെ നിന്ന് പോവുക. അതായിരിക്കും നല്ലത്. ഓ ഗൈസ്, പോലീസുകാർ നമ്മളെ പിടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാണ്ടത്തേലും വന്നു ഗൈസ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അതായിരിക്കും ഗൈസ് നല്ലത്. നമുക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, പോലീസുകാർ ഇത് നമ്മുടെ ബാക്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്? ബാക്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസുകാർ. പക്ഷേ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഒരു വഴിയുമില്ല. ഈ വണ്ടിക്കാണെങ്കിൽ കൺട്രോളും കിട്ടുന്നില്ല. ഈ വണ്ടിയുടെ ടയറിൽ വലിയ ഗ്രിപ്പൊന്നുമില്ല കേട്ടോ. വെറുതെ സ്ലിപ്പാവുന്നുണ്ട്. വലിയ ഗ്രിപ്പൊന്നുമില്ല, വലിയ കാര്യമായിട്ടൊന്നും ഗ്രിപ്പില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടാം. ബെസ്റ്റ്. ഈ വണ്ടിയുടെ ഡോറൊക്കെ ഇപ്പം തന്നെ തുറന്നു. ഗൈസ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാം. അയ്യോ ഗൈസ്, വണ്ടിയുടെ ടയർ സ്ലിപ്പാണ് ഗൈസ്. അയ്യോ, മുമ്പിൽ തന്നെ ഒരു റാമ്പ്, ഒരു പൊട്ടനാണോ ആ റാമ്പ് കൊണ്ട് വെച്ചത്. അയ്യോ എൻ്റെ അമ്മച്ചിയെ. എടാ ഡോറേമോനെ, നീ അവിടെ മിണ്ടാണ്ടിരുന്നോട്ടോ, അല്ലെങ്കിലേ രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പോഴാണ് സമാധാനമായത്. പക്ഷേ സമാധാനം ഇനിയും ആയിട്ടില്ല. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. ഇവിടെ ഡോറേമോൻ എപ്പോൾ ഛർദ്ദിക്കാൻ വരണ്ടോ? ഇല്ലല്ലോ. ഷിൻചാൻ വലിയ കുഴപ്പമില്ലാണ്ട് സീനിലെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാം. മുമ്പിൽ തന്നെ ആരാണോ ഈ റാമ്പ് കൊണ്ട് വെക്കണേ, അതാണോ വെച്ച് അവനെ തന്നെ ഞാൻ കൊന്നുകളയാം. ഈ ദേഷ്യം വരുന്നുണ്ട് ഇപ്പോൾ. ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടണം ഇവിടെ നിന്ന്. ഗൈസ്, ഇവിടെ ഞാൻ തന്നെ പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം വേണ്ടിട്ട്. വല്ലതും നടക്കണ്ട, ഒന്നുമില്ല. ഗൈസ്, ഇവിടെ അങ്ങനെ ഞാൻ കുറേ നേരമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, എനിക്കൊന്നും രക്ഷപ്പെടാനേ പറ്റുന്നില്ല. ഇവിടെ നമ്മൾ ലൂപ്പിലൊക്കെ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സുഖം. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ പോവാം. അതായിരിക്കും ഗൈസ് നല്ലത്. എടാ ഷിൻചാനെ, നിൻ്റെ കാലൊന്ന് മാറ്റി നോക്കട്ടെ. ബെസ്റ്റ്. വാണ്ടറ്റ്ലേൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഗൈസ്. ആ വാണ്ടറ്റ്ലേൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇനി രക്ഷപ്പെടാം. എൻ്റെ അമ്മച്ചിയെ. ഗൈസ്, ഇവിടെ പോലീസുകാർ നമ്മളെ തടഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, 2 പോലീസുകാരും വന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എടാ, നിനക്ക് എന്തിൻ്റെ കൂടാടാ എന്നെ കൊല്ലാൻ? നമുക്കിനി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടാം. എവിടെയാ ചെക്കൻ? ഇവിടെ ഒന്ന് കാണാനല്ലോ. അതാ വരുന്നു. അവൻ്റെ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊടുക്കണം. ഞാൻ അവനെ ഒരെണ്ണത്തിട്ട് കൊന്നു. എന്നാ പിടിച്ചോ. അത്രേ ഉള്ളൂ. ഞാൻ അവൻ്റെ കറക്റ്റ് സ്ഥലത്ത് തന്നെ കൊണ്ടിട്ടുണ്ടാവും. ചത്തിട്ടുണ്ടാവും. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇവിടെ നിന്ന് നമുക്കൊരു വണ്ടി എടുത്ത് മാറ്റണം, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ പോലീസ് വണ്ടി എടുത്ത് മാറ്റാം. അതായിരിക്കും നല്ലത്. ഈ പോലീസ് വണ്ടി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് രക്ഷപ്പെടാം.
വെറുതെ പോയാൽ പോരാട്ടാ, നമുക്ക് എന്താണ് ഈ വണ്ടി റിപ്പയർ ചെയ്തിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ. ഈ മഴയത്തുള്ള കഷ്ടപ്പാട്. എടാ ഷിൻചാനെ, നീ എന്ത് തേങ്ങയാടാ പറയണേ? മഴയെ തന്നെ നിനക്ക് പറയണ. പിന്നെ ഡോറേമോൻ, അവൻ ഈ മഴയെ തന്നെ ചായ കുടിക്കണം. അതാണ് ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, നല്ല ശല്യമായിപ്പോയി. നമുക്കിനി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കിടന്ന് രക്ഷപ്പെടണം. ഈ വാണ്ടർ ലെവൽ പോകാൻ വല്ല വഴിയുണ്ടോ? ആ ഉണ്ടല്ലോ, വാണ്ടർ ലെവൽ പോകാൻ വഴിയുണ്ട്. എന്താന്ന് വെച്ചാലേ, നമുക്കിനി നേരെ ജുറാസിക് പാർക്കിലോട്ട് വിടാം. അതായിരിക്കും നല്ലത്. നമുക്കിനി ജുറാസിക് പാർക്കിലോട്ട് വിടാം. ഗൈസ്, പോലീസുകാർക്ക് നേരെ വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്നിട്ട് നമ്മളുടെ അടുത്ത് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 5000 രൂപ ഫൈൻ ഇട്ട് തരും. എന്നിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വീടെത്തി അവരുടെ കാറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പാട്ട് പോലും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. വണ്ടിൻ്റെ ഒരു പാട്ട് പോലും അവർ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവില്ല. അതാണ് അവർ മൊത്തം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി വാണ്ടർ ലെവൽ പോകണവരെ വെയിറ്റ് ചെയ്യുക. അതായിരിക്കും ഗൈസ് നല്ലത്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം എടുക്കും, അറിയില്ല. ഇനി വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ മാത്രമേ വാണ്ടർ ലെവൽ പോവുള്ളൂ. ഗായ്സ്, അങ്ങനെ നമ്മുടെ വാണ്ടർ ലെവലൊക്കെ പോയിട്ടോ. ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഈ വണ്ടി ഒന്ന് റിപ്പയർ ആക്കണം. അതാണ്, ഈ വണ്ടി റിപ്പയർ ആക്കാനാണ് കുറച്ച് പാട്. സീനില്ല, നമുക്ക് ഈ റാമ്പ് അങ്ങ് ചാടാം. അല്ലെങ്കിലേ ഈ വണ്ടി ഡാമേജാണ്. ഈ പിന്നെയും ഡാമേജ് ആക്കിയ നമുക്ക് ഇവിടെ ഒരു റിപ്പയർ ഷോപ്പ് ഉണ്ട്. നമുക്ക് ഇവിടെ റിപ്പയർ ചെയ്യാം. അതായിരിക്കും നല്ലത്. നമുക്കെന്തായാലും റിപ്പയർ ചെയ്യാം. ചേട്ടാ, ഈ വണ്ടി ഒന്ന് റിപ്പയർ ആക്കണം കേട്ടോ. ആ മോനെ, ഞാൻ ഈ വണ്ടി ഒന്ന് റിപ്പയർ ആക്കാം, ഒരു 2 മണിക്കൂർ. ചേട്ടാ, സെറ്റ്. ഓക്കെ, അങ്ങനെ ചേട്ടൻ വണ്ടി റിപ്പയർ ആക്കാൻ പറഞ്ഞു. നമുക്കെന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം ഗൈസ്, കുറച്ച് വെയിറ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ റിപ്പയറായി. പിന്നെ നമുക്കെന്തായാലും നേരെ വീട്ടിൽ പോവാ. അതായിരിക്കും നല്ലത്. നമുക്ക് ചായ കുടിക്കാൻ പോവല്ലോ. നമുക്കിനി ഏത് നല്ല ബേക്കറിയിൽ പോയി ചായ കുടിക്കുക. അതായിരിക്കും നല്ലത്. ഇവിടെ അടുത്ത ബേക്കറിയൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ പോയിരുന്നു സുഖമായി കുടിക്കുക. അതായിരിക്കും നല്ലത്.